തീരുമാനിക്കുന്നത് ഞാനാണ്, അവളല്ല. മനസ്സിലായോ? അല്ല മാഡം, ആ കൊച്ചിന്റെ അടുത്ത് ഇവിടെ ജോലിക്ക് വരാൻ പറഞ്ഞു, നല്ല ശമ്പളം തരാന്നും പറഞ്ഞു. ഞാൻ എന്താ വേണ്ടത്? 5 പൈസ ശമ്പളം കൊടുക്കാതെ തന്നെ ഇവിടെ ഒരുത്തി വന്ന് നിപ്പുണ്ട്. രേണുക എന്ന പേര്. അവളെ കൊണ്ട് അടുക്കള പണി ചെയ്യിപ്പിക്കാൻ എനിക്കറിയാം. നിന്റെ ആവശ്യം ഇവിടെ ഇല്ല. വേഗം പോവാൻ നോക്ക്. ഇവളാള് കൊള്ളാമല്ലോ. എന്നോടൊരു വാക്ക് പോലും ആലോചിക്കാതെ സെർവന്റിനെ വെച്ചിരിക്കുന്നു. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ശരിയാക്കി തരാൻ ശിവാനി. നിന്റെ അമ്മയെ തന്നെ ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാക്കും. നോക്കിക്കോ. രേണുകേ, രേണുകേ. വരുന്നു. എനിക്ക് സ്ട്രോങ് ആയിട്ടൊരു കോഫി വേണം. വേഗം എടുത്തിട്ട് വാ. വസുന്ധര ആരോടാ കാപ്പി ഉണ്ടാക്കാൻ പറഞ്ഞേ? എന്താ വസുന്ധരയോ? വിളിയിലൊക്കെ എന്താ ഒരു മാറ്റം? അത് പിന്നെ അങ്ങനെയാണല്ലോ വസുന്ധരയെ വേണ്ടത്. വസുന്ധര ഈ വീട്ടിലെ ചെറുക്കന്റെ ആള്, ഞാനിവിടുത്തെ പെണ്ണിന്റെ ആള്. അങ്ങനെ നോക്കുമ്പോ രണ്ടുപേർക്കും ഒരേ അധികാരം തന്നെയല്ലേ? പിന്നെ എന്തിനാ മാഡോന്നൊക്കെ വിളിക്കുന്നെ? വസുന്ധര, അത് മതി. പോരാ, വിളിയൊന്നും അങ്ങ് മാറ്റണ്ട. വസുന്ധര മാഡം, അങ്ങനെ പാടുള്ളൂ. എനിക്ക് നല്ല തലവേദന. ഒരു കോഫി വേണം. വേഗം പോയി എടുത്തിട്ട് വാ. ഞാനോ? എന്താ, കോഫി ഉണ്ടാക്കാൻ അറിയില്ലേ? അറിയാം, പക്ഷേ. എന്ത് പക്ഷേ? അഭിമാന പ്രശ്നമാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നാ പിന്നെ താളം ചവിട്ടാതെ കോഫി ഉണ്ടാക്കി കൊണ്ട് വാ. ശരി. കോഫി. പിന്നെ അവക്ക് കോഫി വേണം പോലും. കോഫി. വയസ്സാം കാലത്ത് സുഖിച്ച് ജീവിക്കാമെന്ന് കരുതി വന്നപ്പോ ഇവിടെ അടുക്കള പണിയാണല്ലോ. തൽക്കാലം ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നതാ ബുദ്ധി. സമയം വരട്ടെ. ശിവാനി മുഴുവൻ അധികാരത്തിലൊന്ന് വേരുറപ്പിക്കട്ടെ. ഇവളെ പിടിച്ച് പുറത്താക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതുറപ്പ്. ഇതുവരെ കോഫി റെഡി ആയില്ലേ രേണുകെ? നീ അവിടെ എന്തെടുക്കാ രേണുകെ? ഒരു കോഫി ഉണ്ടാക്കാൻ നിനക്ക് എത്ര സമയം വേണം? എന്ത് പണിയാ ശിവാനി നീ കാണിച്ചത്? നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഇവിടെ അടിമപ്പണി ചെയ്യാനാണ് ഞാൻ എന്റെ അമ്മയെ നിർത്തിയേക്കുന്നോ? അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? എനിക്ക് വയ്യാന്ന് ഞാൻ പറഞ്ഞതാ മോളെ. കോഫി ഉണ്ടാക്കി തന്നേ പറ്റൂന്ന് പറഞ്ഞാ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ നിൽക്കുന്നത് എന്റെ അമ്മയാണ്, നിങ്ങളുടെ സെർവന്റ് ഒന്നും അല്ല. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഗീത ഞാൻ കണ്ടിരുന്നു. അവൾ ഇവിടെ വന്നപ്പോ ഇവിടെ രേണുക എന്നൊരു സെർവന്റ് ഉണ്ടെന്നും ഇവിടെ ജോലിക്ക് ആളെ ആവശ്യമില്ലെന്നും പറഞ്ഞു നിങ്ങൾ അവളെ തിരിച്ചയച്ചല്ലേ? ഗീതേ, വാ. ഈ വീട്ടില് വേലക്കാരി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതേ നിങ്ങളല്ല, ഞാനാ. എന്റെ അമ്മ അങ്ങ് അടുക്കളക്കാരി ആക്കിക്കളയാന്ന വല്ല ചിന്തയുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. നീ ആരോടാ സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം ശിവാനി. നിങ്ങൾ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പ്രണവിന്റെ അച്ഛന്റെ സഹോദരി. ആ ഒരു അകന്ന ബന്ധത്തിന്റെ പേരില് ഇവിടെ പറ്റിപ്പിടിച്ച് കിടക്കുന്ന വെറും ഒരു ഇത്തിൽ കണി മാത്രമാണ് നിങ്ങൾ.